നമസ്കാരം, എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? നമുക്കിന്നൊരു യോഗട്ട് പാഫേ ഉണ്ടാക്കിയാലോ? പേര് കേൾക്കുമ്പോൾ കാര്യമായിട്ട് എന്തോന്ന് തോന്നുമെങ്കിലും നേരത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഒറിജിനലി ഇത് 18ാം നൂറ്റാണ്ട് ഫ്രാൻസിലാണ് ഇത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അവര്. അപ്പൊ ആ സമയത്ത് അവര് ക്രീം, ഷുഗർ, എഗ്ഗ് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കസ്റ്റർഡ് പരുവത്തിലാക്കി അത് ഫ്രീസ് ചെയ്ത് അങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെല്ലുവാണെങ്കിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള പാഫകൾ കിട്ടും. യോഗട്ട് കിട്ടും, അല്ലെങ്കിൽ മധുരമുള്ളത്, ക്രീം അങ്ങനെയുള്ളതൊക്കെ കിട്ടും. ഇൻഗ്രീഡിയൻസ് ഒരു ചില്ല് ഗ്ലാസ്സിൽ ലെയറായി അറേഞ്ച് ചെയ്തിട്ട്, പിന്നെ ഫ്രൂട്ട്സ് കൊണ്ട്, മെയിനായിട്ട് ഫ്രൂട്ട്സ് കൊണ്ടാണ് ഫ്ലേവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ മേളിൽ വിപ്പിഡ് ക്രീം ഒക്കെ ഇട്ടാണ് നമുക്ക് സാധാരണ പാഫേ കിട്ടുന്നത്, നമ്മൾ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഓർഡർ ഒക്കെ ചെയ്യുവാണെങ്കിൽ. ഇതിപ്പോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ യോഗട്ട് കൊണ്ട് വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാഫയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡെസേർട്ട് ആയിട്ട് യൂസ് ചെയ്യാം. ഹെൽത്തി ഡെസേർട്ട് ഒക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതൊരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് മീൽ ആയിട്ട് വേണമെങ്കിലും കഴിക്കാം. ഇതിനകത്ത് ഗ്രനോലയൊക്കെ ചേർക്കുവാണെങ്കിൽ നമുക്ക് ലൈറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പം എന്തായാലും നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ എന്നാ. ഇന്ന് ഞാൻ 2 ടൈപ്പിലുള്ള പാഫ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഞാൻ ബ്ലൂബെറിയും ബനാനയും കൂടെ ചേർത്തിട്ടുണ്ടാക്കുന്നു. രണ്ടാമത്തേത് ഇത് ഈ മാംഗോയും പിന്നെ ഇവിടെ ഇരിക്കുന്ന പിയറും കൂടെ ചേർത്തുണ്ടാക്കുന്നു. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻ്റ് ഒന്നും അങ്ങനെ പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം, നമുക്കിഷ്ടമുള്ള തരത്തിലുള്ള നട്ട്സ് ഉപയോഗിക്കാം, ഇഷ്ടമുള്ള ടൈപ്പിലുള്ള യോഗട്ടും ഉപയോഗിക്കാം. ഞാനിവിടെ യോഗട്ട് എടുത്തേക്കുന്നത് അൺസ്വീറ്റൻഡ് കോക്കനട്ട് യോഗട്ടാണ്. എനിക്ക് ആ കോക്കനട്ട് യോഗട്ടിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഈ ബനാന ഒരേ കനത്തിൽ 4 കഷ്ണമായിട്ട് മുറിച്ച് ഒരു കുറച്ച് ബട്ടർ ഇട്ട് അതിനകത്തുനിന്ന് ക്യാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. എൻ്റേത് പാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയത് കാരണം അതിൻ്റെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമേ ബട്ടർ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതുപോലെ ക്യാരമലൈസ് ആയി വന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് അങ്ങ് എൻഹാൻസ് ചെയ്യും, ആ കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനത് ക്യാരമലൈസ് ചെയ്ത് തന്നെ എടുക്കുന്നത്. നമ്മുടെ ഈ പിയറും അതുപോലെ തന്നെ ഞാനൊന്ന് ക്യാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കരിഞ്ഞു പോകാതെ. അതുപോലെ തന്നെ ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുക്കുകയും വേണ്ട കേട്ടോ, എണ്ണയോ ബട്ടറോ എന്ത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ. ഇനി ഞാൻ ഈ യോഗട്ടിന് ഒന്ന് ഫ്ലേവർ ചെയ്യാൻ വേണ്ടി ഒരു 4 ഏലക്കായും 1 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ കോക്കനട്ട് യോഗട്ടിൻ്റെ കൂടെ ഈ ഫ്ലേവർ ചേരുന്നത് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കുന്നത് കേട്ടോ. ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ചേർക്കാം ഇഷ്ടമാണെങ്കിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കിത് ഫ്ലേവർ ചെയ്തെടുക്കാം കേട്ടോ. ഇനി കഴിക്കാൻ ആവശ്യത്തിനുള്ള യോഗട്ട് എടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ ഏലക്കായും ഗ്രാമ്പും കൂടെയുള്ള മിക്സ് ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ടാണ് ചേർക്കുന്നത്. മങ്ക് ഫ്രൂട്ട് എക്സ്ട്രാക്റ്റാണ് ഞാനിവിടെ ചേർക്കുന്നത്, എൻ്റെ യോഗട്ടിന് കുറച്ച് മധുരം കിട്ടാൻ വേണ്ടി. ഹണിയോ മേപ്പിൾ സിറപ്പോ ബ്രൗൺ ഷുഗറോ സാധാരണ ഷുഗറോ എന്ത് ചേർത്താലും ഒരു കുഴപ്പമില്ല. അതും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് ചേർത്ത് കൊടുത്തോളുക. ഇനിയിപ്പം ഞാനിതൊരു ഗ്ലാസ്സിനകത്തോട്ട് ലെയർ ചെയ്തെടുക്കാൻ പോവുകയാണേ. ഇതുപോലത്തെ ടോൾ ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ചില്ല് ഗ്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്നൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്നൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ആദ്യമേ ഞാൻ കുറച്ച് യോഗട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് നട്ട്സ്, പിന്നെയും കുറച്ചുകൂടെ യോഗട്ട്, നമ്മുടെ പഴം നുറുക്കി വെച്ചേക്കുന്നത്, വീണ്ടും കുറച്ചുകൂടെ യോഗട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലൂബെറി ഇടുന്നു. ബ്ലൂബെറിയുടെ മുകളിലേക്ക് വീണ്ടും യോഗട്ട് ഇടുന്നു. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ നട്ട്സ് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ 2 പഴം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതിങ്ങനെ തന്നെ ലെയർ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്കിഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഞാൻ ഈ പിയറും മാംഗോയും കൂടെ ഉള്ളതും കൂടെ ലെയർ ചെയ്തെടുക്കുവാണേ. എൻ്റെ കയ്യിലുള്ള മാംഗോയും ബ്ലൂബെറിയും രണ്ടും ഫ്രോസൺ ആണ്. ഞാനത് മൈക്രോവേവിനകത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് സോഫ്റ്റനാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തുനിന്ന് നന്നായിട്ട് കടിക്കാനായിട്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. ഒരുപാട് പ്യൂരി ആക്കിയൊന്നും എടുക്കണ്ട. പിന്നെ നമ്മൾ ഈ പിയർ കാരമലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ചെറിയൊരു ജ്യൂസ് കിട്ടും. അപ്പോൾ ആ ജ്യൂസും കൂടെ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ഒരു നല്ല മധുരമൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
വളരെ എളുപ്പത്തിൽ നമ്മുടെ യോഗട്ട് പാർഫേ തയ്യാറായിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ പ്രത്യേകിച്ചും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലേവേർഡ് യോഗട്ട് ഉറപ്പായിട്ടും മേടിക്കും അല്ലേ. ഇതിനകത്തൊക്കെ എന്തുമാത്രം ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസും ഷുഗറും ഒക്കെ ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് പകരം ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി ഡെസേർട്ട് കിട്ടിയില്ലേ. ആദ്യം നമുക്ക് ബനാന തന്നെ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ബനാന ആൻഡ് ബ്ലൂബെറി. ഇതുകൊണ്ടാണ് ഞാൻ ബനാന കാരമലൈസ് ചെയ്തത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ ആ നട്ട്സിന്റെ ക്രഞ്ചും കൂടെ ആകുമ്പോഴത്തേക്കും പിന്നെ ആ യോഗട്ടിന്റെ ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. അപ്പോൾ നല്ല സുഖമായിട്ട് ഇങ്ങനെ കഴിച്ചു പോവാം. ഓക്കെ, ഇനി നമുക്ക് പീറും മാംഗോയും കൂടെ ഉള്ളതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. മാംഗോ ഒക്കെ ആവശ്യത്തിന് സോഫ്റ്റ് ആയിട്ട് അതിനോടങ്ങ് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.